പാരൻസ്, അതായത് പാരൻസിൻ്റെ അടുത്താണ് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാനുള്ളത്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ടെൻഷനുള്ള ടൈപ്പ് ഓഫ് പേഴ്സണാണ്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള ടൈപ്പ് ഓഫ് പേഴ്സണാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ടെൻഷൻ ആവുക, ഇങ്ങനെയൊക്കെയുള്ള ടേംസിലാണ് എപ്പോഴും ആളുകൾ ബുദ്ധിമുട്ടുകൾ പ്രസൻറ്റ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഒന്നിനൊരു താല്പര്യമില്ല, എനർജി ഇല്ല, എന്തിനോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെയുള്ള രൂപത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിലാണ് പലപ്പോഴും ആളുകൾ ബുദ്ധിമുട്ടുകൾ പ്രസൻറ്റ് ചെയ്ത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു പാരൻറ്റിങ് അല്ലെങ്കിൽ ഒരു നല്ല ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. നേരെ മറിച്ച് ആലോചിച്ച് നോക്കി, നിങ്ങളെ ടെൻഷനിലാണ്, അത് വർക്കിൻ്റെ ടെൻഷനായിരിക്കാം, കുട്ടികളുടെ ഫ്യൂച്ചർ ആലോചിച്ചിട്ടുള്ള ടെൻഷനായിരിക്കാം, അങ്ങനെ ടെൻസ്ഡ് ആയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ ആ ടെൻഷൻസ് കുട്ടികളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അവർ ഹാപ്പി ആയിട്ടോ റിലാക്സ്ഡ് ആയിട്ടോ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് പഠിക്കേണ്ട സമയമല്ലേ, വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താവും, അത് നിങ്ങളുടെ ഒരു ടെൻഷൻ അറിയാതെ അവരിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ റിയൽ കണക്ഷൻസ് നമുക്ക് ലൈഫിലുണ്ടോ എന്നുള്ളത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. റിയൽ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലെ ലൈക്സോ ഷെയർസോ കമൻസോ മെസ്സേജസോ വെച്ചിട്ട് കണക്കാക്കുന്ന കണക്ഷൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുന്ന പോലെ എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും? എന്നെ കളിയാക്കുമോ? അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമോ? അല്ലെങ്കിൽ നീ കൂടെ വാ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമോ? അല്ലെങ്കിൽ നിനക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുമോ, ഹെരാസ് ചെയ്യുമോ? അല്ലെങ്കിൽ നമ്മളെ ഒരു കോമാളിയാക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഒരു പ്രശ്നം പറയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമോ? എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഈ റിയൽ കണക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സേഫ് പ്ലേസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. കാരണം ഈ ആളുകളാണ് നിങ്ങളുടെ സേഫ് പ്ലേസ്. ഈ ആളുകളാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും വാലിഡേറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. സോ നിങ്ങൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ, ഇനി പഠിക്കാൻ പോകുന്നിടത്തായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ, എപ്പോഴും ഇങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾക്കില്ലേ ലൈഫിൽ എന്നുള്ളത് എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരാളെങ്കിലും എപ്പോഴും ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങളെ ഹാപ്പി ആക്കാനോ നിങ്ങളെ മെൻ്റൽ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യാനോ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. മാം പറഞ്ഞതുപോലെ മെൻ്റൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യാനുള്ളൊരു മോഡലായിട്ടും പാരൻസ് തന്നെയാണ് കുട്ടികൾക്ക് നിൽക്കേണ്ടത്. അവരവരുടെ മെൻ്റൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതിനൊരു മോഡൽ ആവേണ്ടത് അത്യാവശ്യമാണ്.